ഹായ്, എല്ലാവർക്കും ചെമ്പരത്തിയുടെ അടുത്ത ആഴ്ചയിലെ കമ്മിങ് സൂൺ പ്രൊമോ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ സുബ്രു എത്ര പറഞ്ഞിട്ടും ആനന്ദ് തൃച്ചംബരത്തേക്ക് പോകാൻ കൂട്ടാക്കുന്നില്ല. അവസാനം അരവിന്ദ് ആനന്ദിനെ തേടി സുബ്രുവിന്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. അരവിന്ദ് എങ്ങനെയൊക്കെ നിർബന്ധിച്ചിട്ടും ആനന്ദ് പോകാൻ കൂട്ടാക്കുന്നില്ല. അവസാനം അരവിന്ദ് പറയുകയാണ്, ബ്രോ വന്നില്ല എങ്കിൽ എന്നെ ഇനി ജീവനോടെ കാണില്ല എന്ന്. അങ്ങനെ ആനന്ദ് അരവിന്ദിന്റെ കൂടെ തൃച്ചംബരത്തിന് പോകാൻ തയ്യാറാവുകയാണ്. അവർ അവിടെ നിന്നും തൃച്ചംബരത്തേക്ക് പോകുന്ന നേരം കല്യാണിയും കൂടെ പോകാൻ കാറിലേക്ക് കയറുകയാണ്. അപ്പോൾ അരവിന്ദ് ചോദിക്കുകയാണ്, എങ്ങോട്ടാണ് ഇടിച്ചു കയറി പോകുന്നത്? അങ്ങനെ കല്യാണി അവിടെ നിന്നും മാറി നിൽക്കുകയാണ്, പോകാതെ. അരവിന്ദ് ആനന്ദിനെയും കൂട്ടി തൃച്ചംബരത്തെത്തുകയും തന്റെ അമ്മയുടെ ചടങ്ങുകളൊക്കെ ഭംഗിയായി നിർവഹിക്കുകയും ചെയ്യുകയാണ്. ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം കല്യാണി തൃച്ചംബരത്തേക്ക് എത്തുന്നുണ്ട്. അന്നേരം വിലാസിനി നന്ദനയുടെ മുൻപിൽ വെച്ച് കല്യാണിയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ്. വിലാസിനി ചോദിക്കുകയാണ്, ഇത്രയും കാലം ഒരു അടിമയെ പോലെ കൂടെ കൊണ്ടു നടന്ന ആ പാവം ദാസേട്ടനെ കൊന്നത് പോട്ടെ, കല്യാണിയുടെ വയറ്റിൽ വളർന്ന കുഞ്ഞു ജീവനെ നശിപ്പിച്ചതിന് എന്ത് ന്യായീകരണമാണ് പറയാനുള്ളതെന്ന്. അന്നേരമാണ് കല്യാണി തന്റെ കുഞ്ഞു നഷ്ടപ്പെട്ട വിവരം തിരിച്ചറിയുന്നത്. അന്നേരം കല്യാണി മനസ്സിലാക്കുന്നു, കുഞ്ഞു നഷ്ടപ്പെട്ട വിവരം തനിക്ക് മാത്രമേ അറിയാൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. ബാക്കി എല്ലാവരും തന്നിൽ നിന്നും അത് മറച്ചു വെച്ചതാണെന്നും കല്യാണി മനസ്സിലാക്കുന്നു. നന്ദനയോടും കല്യാണി ചോദിക്കുന്നുണ്ട്, എല്ലാവരും കൂടി എന്റെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു അല്ലേ എന്ന്. അന്നേരം വിലാസിനി പറയുന്നു, നിന്റെ ഭർത്താവ് പോലും നിന്നിൽ നിന്ന് ഇക്കാര്യം മറച്ചു വെച്ചില്ലേ എന്ന്. അന്നേരം കല്യാണിക്ക് ആനന്ദിനോട് ദേഷ്യം ഉണ്ടാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അഖിലാണ്ടേശ്വരിയാണ്. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി മരണപ്പെട്ടു എന്ന വാർത്ത അഖിലാണ്ടേശ്വരി പത്രത്തിൽ കൂടി അറിയുകയാണ്. താൻ ജീവിച്ചിരിപ്പുണ്ടെന്നും മരിച്ചത് രാജേശ്വരിയാണോ എന്നുള്ള വിവരം ശിവരാമകൃഷ്ണനെങ്കിലും അറിയിക്കാൻ അഖിലാണ്ടേശ്വരി ഒരുങ്ങുകയാണ്. ഇത്രയുമാണ് അടുത്ത ആഴ്ചയിലെ കമ്മിങ് സൂൺ പ്രൊമോ. താങ്ക് യു.